സോ ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗൈസ് ഗെയിമിംഗ് പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കും ഗൈസ് മറ്റൊരു വീഡിയോ ഓഫ് ഗൈസ്. പുതിയൊരു സീരീസാണ് ഗൈസ്. നമ്മൾ ഗൈസ് കുറേ സീരീസ് ബാക്കിയായിരിക്കും ഗൈസ്. നമ്മൾ വേറൊരു പുതിയ സീരീസ് ഉണ്ട് തുടങ്ങി ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഇന്ന് ഗൈസ് നമ്മളുള്ള ഗൈസ് ഒരു പുതിയൊരു സീരീസ് വിത്ത് നമ്മുടെ സ്വന്തം കേവ് ലൈഫ് ഗൈസ്. കേവ് ലൈഫ് നിങ്ങൾക്കറിയാം ഗൈസ്, മിക്കവർക്കും അറിയാം. സുധീർണൻ്റെ വീഡിയോയിൽ ചില വീഡിയോസൊക്കെ കേവ് ലൈഫിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പാട്ടൊക്കെ. അതുപോലെ ഗൈസ് ഞാനും ഇതാ സുധീർണനെ പോലെ വീഡിയോ ഇടുന്നു ഗൈസ്. പക്ഷേ ഗൈസ് ഈ ഒരു ഭാഗം നമ്മൾ ടോക്സിക് അല്ല കേട്ടോ. സുധീർണൻ്റെ വീഡിയോ കാണുന്നത് ഒരു 10 പേരാണെങ്കിൽ 10 പേര് സുധീർണൻ്റെ വീഡിയോ കാണണം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ് ഈ കേവ് ലൈഫ് എന്താണെന്ന്. കേവ് ലൈഫ് എന്താ അറിയാത്തവർക്ക് ഗൈസ് പറഞ്ഞുതരാം ഗൈസ്. ഈ കേവ് ലൈഫ് വെച്ചാൽ ഗൈസ് നമ്മളൊരു കേവിനകത്ത് താമസിക്കണം, അതാണ് സംഭവം. അതിൻ്റെ നമ്മൾ ഡ്രാഗണെ കൊന്ന് ഇലയിട്ട് എടുക്കും വരെ ആ കേവിനകത്ത് താമസിക്കണം ഗൈസ്. പക്ഷെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാം കേട്ടോ, അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാം. അവിടെ ഇത് നല്ല കേവാണെന്ന് കേട്ടോ. നിൽക്കുകയാണ്, ഞാൻ ഇത് നോക്കട്ടെ. സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിലിപ്പോൾ എത്ര ഉണ്ട്? 4 കോള് ഉണ്ട് ഗൈസ്. നമുക്കത് നമ്മുടെ വുഡൻ ടൂൾസിലേക്ക് മാറാം. എന്നാൽ പിടിച്ചോ ടിഷ്കു. ഓക്കെ ഗൈസ്, നമ്മളെ കുറച്ച് സേഫ്റ്റിക്ക് നമ്മൾ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് താഴോട്ട് ഇറങ്ങാം എന്ന് പ്രതീക്ഷിക്കണു. ഇനി നമുക്ക് താഴോട്ട് അയണൊക്കെ എടുക്കാം. നമുക്ക് കുറച്ച് കോളാക്കണം. അതിവിടെ ലൈറ്റപ്പ് ചെയ്താലോ നമുക്കൊന്ന്. ഇപ്പം ഇത് താഴോട്ടൊക്കെ ഇനിയും വലിയ കേവാ. ഇത് ഫുള്ള് ഒരു റെവീൻ പോലെയാണ് ഗൈസ്. നിൽക്കുക, നമുക്കിപ്പോൾ ഒരു ടോർച്ച് ഉണ്ടാക്കാൻ ഈ സ്റ്റിക്സ് വേണം. സ്റ്റിക്സിന് മരം വേണം. മരം നമുക്കിപ്പോൾ ഇല്ല. ഓക്കെ നമുക്കിത് ഇങ്ങോട്ട് പോവാം. ഇത് അയൺ നമ്മുടെ ഫസ്റ്റ് എവർ അയൺ ആടാ അയൺ കിട്ടിയേ. ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. ശരി, കുറേ ഉണ്ടാകാൻ മതിയായിരുന്നു. ഇതൊരു റെവീനാണ്, അതുകൊണ്ട് കുറേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഗുയിസ്, ഇതാ ഇപ്പോൾ മൊത്തം കൂടി 7 കിട്ടിയിട്ടുണ്ട് ഗുയിസ്. 7 എണ്ണം. അവിടെയും കൂടി കുറച്ചുണ്ട് ഗുയിസ്. 3 എണ്ണം നോക്കട്ടെ. ഓക്കെ ഗുയിസ്, ഇത് നമ്മുടെ അയണ ഗൈസ്. നമുക്ക് 17 എണ്ണമായി. ഇനി കുറച്ച് അങ്ങോട്ടുള്ള കേവ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടുള്ള കേവ് ഉണ്ട്. പിന്നെ ഗൈസ് നമുക്കിത് ഇതിപ്പോൾ ലൈറ്റപ്പ് ചെയ്യണം. അതിന് നമുക്ക് എന്തൊക്കെ വേണം? കോൾ കിട്ടേ. 1 കോളേ കിട്ടുള്ളൂ. ഇതൊക്കെ താഴോട്ടായിട്ട് ഇനിയും നമുക്ക് പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ കേസ് നമ്മളിതാ എവിടെയാണ് കേസ് നമ്മൾ താമസിക്കാൻ പോകുന്നത്? അത് വളരെ നല്ല പ്രകൃതി രമണീയായ സ്ഥലമാണ് കേസ്. അത് നമ്മുടെ സ്വന്തം പ്രകൃതി രമണീയായ സ്ഥലം. പ്രകൃതി രമണി വായിക്കൊള്ളത്തില്ല പേരൊക്കെ. നമുക്ക് മേലെ പോയി കുറേ മരങ്ങളോ വെട്ടിയൊക്കെ വരാം ഗൈസ്. നല്ല ഉടക്കം അല്ലേ ഗൈസ്? നല്ല ഉടക്കമല്ലേ? പിന്നെ ഒരു ഡയമണ്ടും കിട്ടി. ഡയമണ്ടും പോട്ടെ, അതും കിട്ടി. പിന്നെ ഗൈസ് നമുക്കിത് ഇപ്പോൾ ഫർണസും ആക്കാം. നമുക്ക് മേലെ പോയിട്ട് വരാം ഗൈസ്. പിന്നെ അതെന്താടാ സൗണ്ട് കേട്ടേ? ശരിയാവില്ല എനിക്കറിയാനായിട്ടില്ല ഗൈസ്. നിൽക്കേ. അയ്യോ സോറി,
നമ്മൾ ഇവിടെ നിന്നേ നേരെ മേലോട്ട് പില്ലർ ചെയ്ത് പോവാം ഗൈസ്. നിൽക്കടാ, ഇതിൻ്റെ കൂടെ ചെന്ന് നമുക്ക് പില്ലർ ചെയ്ത് പോകാലോ. ഓക്കേടാ, ഓക്കെ നമുക്ക് മേലോട്ട് പോവാം. 18 ബോളൊക്കെ തികയോ നോക്കട്ടെ. 1-0. എടാ എത്തി എല്ലാം മോണെ കറക്റ്റ് ആ ബ്ലോക്ക് ഗൈസ്. നമുക്കിടാ ഒരു കൊച്ച് വൂഡ് വേണം ഗൈസ്. വുഡും വേണം, കൊച്ച് വൂളും വേണം. ഇവിടെ ഇങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. എന്നാൽ നമുക്കിത് ഒരു നല്ലൊരു സ്പോട്ടാണ് ഗൈസ്. ഓക്കെ ഗുയിസ്, നമുക്കിത് കത്തിയെടുത്തൊരു വൂള് അപ്പം ഇറങ്ങാലോ. നിൽക്കാനല്ലേ എൻ്റെ കോർഡിനേറ്റർ ഒന്ന് ഓണാക്കട്ടെ. മക്കളെ ഞാൻ കോർഡിനേറ്റർ ഓണാക്കിയിട്ടുണ്ട് ഗീസ്. ഓക്കെ, നമുക്കിന്ന് വൂള് കപ്പൽ പണി തുടങ്ങാലോ. ഇതേക്കണ ഷിപ്പ് ഒരു വൂള് നമുക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ. മക്കളാ കൊല്ലട്ടെ ഞാൻ. ഹാങ്ങാടാ ഭയങ്കര ഹാങ്ങാടാ. നമുക്കിപ്പം 40 കേട്ടോ. 40, 34. സോംബിയൊക്കെ ഇറങ്ങി. ഇതേ പോകുന്നൊരു പൂള്, ഇതേ പോകണ എൻ്റെ ഒരു പൂള്. ഇതേ അവിടെ ഒരു മറ്റേ ബ്രേക്കഡ് നെതറിൻ്റെ സാധനം ഉണ്ട് ഇവിടെ. ഇവിടെ ഭയങ്കര ഹാങ് ആണോടാ. സോറി, അയ്യോ ചത്ത് ഇല്ല, രക്ഷപ്പെട്ടു. ആരടിക്കുന്നത്? എടാ ഇവന്മാരൊക്കെ ഇവിടെ സ്പോണായോ? ശരി, പണി പാളിയല്ലോ. എൻ്റെ അങ്ങോട്ടൊരു വലിയ റെവീനാട്ടോ, അത് നല്ലതാട്ടോ. നമുക്കിപ്പോൾ ടോർച്ച് ഉണ്ടാക്കേണ്ടി വരുമല്ലോ. ടോർച്ച് ഇല്ലടാ, നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. നാൽപ്പത് ടോർച്ച് ഉണ്ടാക്കട്ടെ. ഇനി നമുക്ക് ഓരോ സ്ഥലത്ത് ടോർച്ച് വെച്ചൊന്ന് പോവാം ഗൈസ്. ഇതേ ഒരു സാധനം അവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. നമുക്കതാ ഒരു ബെഡ് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ചാകായിരുന്നു. എന്നിട്ട് നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യായിരുന്നു. കോപ്പ് ഇതേ കിടക്കുന്നു. ഇനിയും കൂള് അവിടെ നേരെ കുത്തന്നെ താഴെ ഉണ്ടോ ഒരു കുറേ അയണ്ടിരിപ്പുണ്ട്. അവിടുത്തെ ഒരു മൊണ്ണ ഡിസ്പോൺ ആയോ നോക്കട്ടെ. ഡിസ്പോൺ ആയാലും അങ്ങോട്ട് മാറിപ്പോയതോ? എന്തായാലും ആട്ടെ, ഞാൻ അങ്ങോട്ട് പോകണം. ഓക്കെ, നിക്ക്. ഇത് പൊട്ടിക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അല്ല, ഇതാണ് നമ്മുടെ സർഫസ് എത്തിയോ? എത്ര ബോളുണ്ടോ? 2 ബോളല്ലേ? 2 ബോള്. ഇതുകൂടി നമുക്ക് നേരെ താഴ്ത്തു പോകാം ഗൈസ്. ഓക്കെ കൂൾ ഡൗൺ. വേഗം പൊട്ടിച്ചു പോവാം നമുക്ക്. ഇനി ഇവിടെ ടോർച്ച് ഉണ്ടാക്കടാ. ടോർച്ച് വെക്കാം. സോംബിയൊന്നും കുഴപ്പമില്ല, സ്കെൽറ്റൻസ് ആണ് ഭയങ്കര പണി. ദേ വരുന്നു ഒരു കുട്ടി വേണം. എടാ ഇവന്മാർ കറക്റ്റ് ഇതിന് നടക്കാനും കൊണ്ടിട്ടില്ലടാ. നീ എവിടെയാടാ മറ്റേ കേവൻ്റെ? എനിക്കവിടെ ഇവിടെ ഉണ്ട് മറ്റേ നെതർ പോർട്ടൽ കാണുന്നുണ്ടോ? നോക്കട്ടെ ഇതിനകത്ത് ഏതാന്ന്.
ഇതെന്നെ മറ്റേ സാധനം എന്ത്? അതെ ജസ്റ്റ് അയ്യോ ഈ കുട്ടി സോംബി അനങ്ങാൻ പറ്റുന്നില്ല. എടാ നിങ്ങൾക്ക് കാണുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. കോപ്പ് എല്ലാ ദേഷ്യം പിടിക്കണ്ടേ. അവൾ ഒന്നാകെ അനങ്ങൊന്നുമില്ല കോപ്പ്. നിൽക്കട, ഇത് ഞാൻ സെറ്റിങ്സ് എന്തൊക്കെ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ ഇയാൾ ദേഷ്യം പിടിക്കൊണ്ടോ ഈ ഫോണിനെ കൊണ്ട്. അതുകൊണ്ട് ഒടുക്കത്തിലാകും. നിങ്ങൾക്കെങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ. ശരി, നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ തുടങ്ങി നിങ്ങൾക്ക് കാണാം. ഇൻ്റർനാഷണൽ ഹാങ്ങടാ. എടാ ഞാൻ ഹാങ് മാറ്റിയിട്ട് രാവിലെ ആക്കിയിട്ട് കാണിക്കാവേ. വേണുവേ ഇപ്പം നനങ്ങൾ മനസ്സിലല്ലോ. അതെ അതെ തുടങ്ങി മേങ്ങളെ കണ്ടു തുടങ്ങി. അപ്പം രാവിലെ ആകാൻ തുടങ്ങി മകനേ. അപ്പം ഡേയ്സ് പ്ലേയുടെ 1 ആവും. അപ്പം അങ്ങനെ സൂര്യൻ തെളിഞ്ഞേ. അങ്ങനെ സൂര്യൻ തെളിഞ്ഞു. ഇനി ഗൈസ് നിങ്ങളിതേ സിയോ നോക്കണേ ഡേയ്സ് പ്ലേഡിൻ്റെ. എനിക്ക് സൂമായിട്ട് കാണിച്ചു തരാവേ. കാരണം അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല, ചെറിയൊരു ഹാങ്ങുള്ളൂ. ഗൈസ് ഞാൻ കണ്ടു. ഡേയ്സ് പ്ലേഡ് 1 ആയി. ഞാൻ കണ്ടില്ല ഈ കോപ്പട, ഞാൻ കണ്ടില്ലടാ. ഇതാടാ ആട് ആഫ്രിക്കക്കാട് വെളുത്ത ആട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇത് 2 ആട്. കുറേ നേരം ഇവിടെ ഉറപ്പാടാ. ഇവിടെ എൻ്റെ കോർഡിനേറ്റർ പോലെ എനിക്ക് ഓർമ്മയില്ലടാ. അക്കടപ്പം അതെ ഇന്ന് കഴിക്കാനും ഇല്ല, ആകെ മറ്റേ ഇത് മാത്രം. ആടോടോ ബോക്കട് തന്നെ കണ്ടു. കിട്ടി. ഇതിൻ്റെ നേരെ ആ ഒരു ഭാഗത്തേക്കാണ് തോന്നുന്നു. എനിക്ക് നേരെ ഇതിൻ്റെ അടി തന്നെയാണോ? അല്ല ഇതിൻ്റെ വേഗം അങ്ങോട്ടാണ് ഈസ്. അപ്പോൾ ഇത് കണ്ടെത്തി. ഇനി നമുക്ക് കൂളായിരിക്കുന്നു പ്രതീക്ഷിക്കാം. ഇത് നോക്കട്ടെ. പ്രൊജക്ഷൻ സോഡ്. ഇത് ഫാന്റാസ്റ്റിക് വരും. ഒബ്സീഡിയൻ സാധനമില്ല, ആവശ്യമില്ല. എന്നാലും ഇതൊന്ന് പൊട്ടിക്കാൻ പറ്റുവാണെങ്കിൽ ഇനി അത് മറ്റേത് കണ്ടെത്താൻ സിമ്പിളായിരിക്കും കേട്ടോ. ഇത് ഈ കുഴി നമ്മൾ പോയതാടാ. ഓർമ്മ വന്നു. ഈ കുഴി നമ്മൾ പോയതാണ് മക്കളെ. ഈ കുഴി എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മറ്റേ കുഴി നമുക്ക് എഴുതാം. അവിടെ ഞാൻ മറ്റേത് കണ്ടുപിടിച്ചെങ്കിൽ ഞാൻ എന്തേ ഇവിടുന്നില്ലടാ. ഞാൻ കുറേ ചുറ്റിയിടാ, എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ലടാ. കുറേ ചുറ്റി. ഇനി നമുക്ക് ഈ ഒരു പൊസിഷൻ പോയി നോക്കാം. ഈ പൊസിഷൻ കൂടി നോക്കാവുള്ളൂ ഇനി. ഇതാടാ റെവിൻ. എടി ഇതല്ലേടാ, ഇതല്ലേ? ഇതന്നെ. കിട്ടിയേക്കാ. ഇനി താഴോട്ട് അങ്ങനെ ഇറങ്ങും മുമ്പിലോ. പണി പാടിയടാ. ഇത് ഇൻ്റർനാഷണൽ പണിയാണ് ചെയ്താട്ടോ. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടെങ്ങനെ ഇറങ്ങണോ? ഒരു വെള്ളം ഉണ്ടോ ഇനി ഇവിടെ? റെവിന് ഏതാ വെള്ളമില്ലാതെ എന്തെങ്കിലും ഇരിക്കുവാടാ. ഒരു വെള്ളമില്ലല്ലോ. ലാപ്പിസോ? നമ്മൾ നേരത്തെ എങ്ങനെ ഇറങ്ങിയിരുന്നേ? നേരത്തെ ഇങ്ങനെ അറ്റത്തൂറ്റി ഇവിടുന്ന് ചാടി. നമുക്കിപ്പോൾ ഫെദർ ഫാളിങ് ഇല്ലല്ലേ. അൺബ്രേക്കിംഗ് 3 പ്രൊജക്ഷൻ ഇതുണ്ട്, അതിടാം. നോക്കാലോ. ഒരു അര ഡാമേജ്. ഞാൻ ഇവിടെ നിങ്ങൾ ചാടി പോവാം. സെറ്റ്. ഞാൻ എന്താ എൻ്റെ സാധനങ്ങൾ എടുക്കൂ. അങ്ങനെ ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം ക്വീസ്. എല്ലാം എൻ്റെ സ്വന്തം. എൻ്റെ സ്വന്തം തന്നെയാണ്. അതേ ആയം കിടക്കണം. പൊട്ടിക്കാവേ നിൽക്കേ. എല്ലാം എൻ്റെ സാധനങ്ങൾ. ഓക്കെ, നമ്മളെ കേവ് ലൈഫിലൂടെ നമ്മളെ ഒരു വട്ടം തട്ടിയിരിക്കുന്നു. യെസ്കോ ഒരു വട്ടം ചത്ത്. പറയാൻ നാണക്കേടുണ്ടോ? എന്നാലും ഓക്കെ ഡൺ.
അപ്പം ഇന്ന് സാധനം ഒരു വട്ടം ചത്തിരിക്കുന്നു. അതെ ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങണം. ഇതേ മണ്ടയ്ക്ക് നമുക്ക് മാക്സിമം നമ്മുടെ ഇത് അയണൊക്കെ എടുക്കാം നമ്മുടെ പ്ലാൻ. പിന്നെ കേസ് നമുക്ക് ഫുൾ നമ്മുടെ ഇന്നത്തെ അല്ല നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ നമ്മളത് കുറേ എന്ന് വെച്ചാൽ കുറേ സീരീസ് ബാക്കി ഇപ്പേ ഞാനത് വീണ്ടും മറ്റൊരു ഊള സീരീസ് തുടങ്ങിയിരിക്കുന്നു ഗീസ്. എനിക്കിഷ്ടപ്പെട്ടൊരു സീരീസാണ് ഗീസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഊളാന്ന് പറഞ്ഞത്. ഇത് ഇവിടെ ഒന്ന് കാണണം. അവിടെ ഇവിടെ ഇത് വീണ്ടും ഒരു ലേഖം കൂടി, അവിടെ വീണ്ടും ഒരു ലേഖം കൂടി പൊളിയാണല്ലോ. ഇല്ല ഓക്കെ പോവാം. നമുക്കിപ്പം മൊത്തം എത്ര നമുക്കൊരു 30-31 ഡയമണ്ട് ആക്കാം ഗൈസ്. 30-31 ഡയമണ്ട്. ഡയമണ്ട് ആണെന്ന് പോകാനായി ഗൈസ്. നമുക്ക് ആദ്യം ഗൈസ് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യാം, നിലത്തെടുത്ത് വെച്ചൊരു ബെഡ് ഉണ്ടാക്കി ഗൈസ്. റീസ്പോൺ സെറ്റ് ചെയ്ത് ഗൈസ്. ഞാൻ ഗെറ്റ് ഔട്ട് പോട്ട് ഞാൻ ഒന്ന് പോട്ട് കുറേ നേരമായി. ഓക്കെ നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്തു ഗൈസ്. ഇനി നമുക്ക് കൂടെ ഒരു താഴെ ഇറങ്ങി ഒന്ന് പോയിട്ടില്ല ഗൈസ്. അയ്യോ താഴെ പോയി നമ്മുടെ ഇതൊക്കെ പോകുമല്ലോ. ഈ ടോർച്ചോ ഓക്കെ നമ്മളെ ഈ പിക്കാക്സ് ഓക്കെ അത് പൊട്ടിച്ചു. ഇനിയും ഉണ്ടോ? അത് നല്ലതിന് വേണ്ടിയില്ല. ഓക്കെ അത് പൊട്ടിച്ചു. അവിടെ കുറേ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഡയമണ്ട് കിട്ടും. എൻ്റെടോ എത്ര ആടാ ഇത്, കൊള്ളാലോ. ഇങ്ങനെയൊക്കെ ഡയമണ്ട് പിടിച്ച് കിട്ടുമായിരിക്കും അല്ലേ, കൊള്ളാം. കിണ്ണം കളി. ഓക്കേടാ നമ്മളപ്പോഴേ ഒരു ഫർണസും കൂടെ ഉണ്ടാക്കട്ടെ. 1 2 അത് പൊട്ടി. നിനക്ക് എത്ര ഉണ്ടോ നോക്കട്ടെ. മൊത്തം 9, കറക്റ്റ് 9 ഉണ്ട് ഗൈസ്. 9 അല്ല, നമുക്ക് കുറച്ച് മതി. ഓക്കെ 8 മതി. ഓക്കെ നമ്മളിതേ ഇവിടെ ഇത് വെച്ചു. നമ്മുടെ 39 പീസസ് ഓഫ് അയൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിയാവില്ല, ഇതും ഇടാം. നമുക്കിത് കോളില്ല, ഫ്ലിൻ്റ് ഇടാൻ പറ്റില്ല. ഈയോടോ അത് ഇവിടുന്ന് സ്പോണായേ. എൻ്റെ കൂടെ പേടിച്ചു പോയി. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നമ്മൾ ഇന്നത്തെ ഇവിടെ നിർത്താൻ പോകുന്നു. നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്തിരിക്കുന്നു. ടാറ്റാ.